ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മോൺഗോഡ് സ്കോച്ചിൽ നിന്ന് പർച്ചേസ് ചെയ്ത എക്സ്പീരിയൻസ്. അപ്പോൾ അതിൽ എനിക്ക് പ്രൊഡക്റ്റ് കൈ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്തായാലും റിവ്യൂ പറയാമെന്ന്. അപ്പോൾ ഫൈനലി എനിക്ക് പ്രൊഡക്റ്റ് കിട്ടിയത് ഏപ്രിൽ 10-ാം തീയതിയാണ്. കറക്റ്റ് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം. ഞാൻ സെപ്റ്റംബർ 9-ാം തീയതിയായിരുന്നു ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് 7 മാസത്തിന് ശേഷം ഏപ്രിൽ 10-ാം തീയതിയാണ് എനിക്ക് പ്രോഡക്റ്റ് കൈ കിട്ടിയത്. അപ്പോൾ ഞാൻ നാട്ടിലില്ലാത്തത് കൊണ്ട് അത് അൺബോക്സ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയത് കേട്ടോ. കഴിഞ്ഞ ആ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ട് ഇവർക്കെതിരെ പറ്റി. ഒരാൾ പോലും സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസും പെട്ടുപോയതാണ്, പൈസ പോയി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട് ആൾക്കാർ. നിങ്ങൾ നോക്കിയാൽ കാണാം. പിന്നെ ഇതിനെതിരെ എല്ലാവരും റിയാക്ട് ചെയ്യണം. റിയാക്ട് ചെയ്യാതിരിക്കുന്നതാണ് ഇവരിങ്ങനെ മുന്നോട്ട് പോകുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർ ഇൻസ്റ്റഗ്രാം പേജ് പോയി റിപ്പോർട്ട് ചെയ്യാനെങ്കിലും നമുക്ക് പറ്റും. ഒരുപാട് റിപ്പോർട്ട് ഇങ്ങനെ വന്നാൽ തന്നെ അവർ ഇൻസ്റ്റഗ്രാം പൂട്ടിപ്പോകും. അതോടെ തന്നെ അവർ പഠിച്ചോളും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇന്നൊരു കമൻറ്റ് കണ്ടു, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വിളമ്പിയോണ്ട് കാര്യമൊന്നുമില്ല, പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യണം. സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പിയോണ്ട് കാര്യമില്ല എന്ന് പറയുന്നത് തീർത്തും തെറ്റാണ്. കാരണം നിങ്ങൾ ആ കമൻറ്റ് ബോക്സ് തന്നെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അവർ ഓർഡർ കൊടുക്കാൻ നിന്നതാണ്, ഇനി വാങ്ങില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കണ്ടത് കൊണ്ട് മാത്രമാണല്ലോ അവരത് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുന്നേരം ഇങ്ങനെ വാങ്ങാണ്ടായാൽ തന്നെ അവരുടെ ഇത് കുറഞ്ഞു വന്നോളൂ. പിന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് കൺസ്യൂമർ കോർട്ടിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. എൻ്റെ ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കംപ്ലയിൻറ്റ് ചെയ്യുമായിരുന്നു. കാരണം എനിക്ക് 2 ചെറിയ മക്കളാണ്. അപ്പോൾ അവരെയും കൊണ്ട് ഇതിൻ്റെ വയ്യെ നടക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് മാത്രമാണ്. ഹസ്ബൻഡ് ഉണ്ടായിരുന്നത് ഞാൻ എന്തായാലും കംപ്ലയിൻറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുക എന്താണെന്ന് വെച്ചാൽ റിപ്പോർട്ട് ചെയ്യുക, അത് നമ്മൾ ചെയ്യുക. അല്ലാതെ പിന്നെ ലീഗലായിട്ട് പോകാൻ താല്പര്യമില്ലാത്തത് ഇതുകൊണ്ട് മാത്രമാണ്. മക്കളെ കൊണ്ട് ഇതിൻ്റെ എതിരെ ഇറങ്ങി തിരിച്ചാൽ എന്തായാലും ഇതിൻ്റെ വയ്യെ ഞാൻ കുറേ നടക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇവർക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തവർക്കെതിരെ പിന്നെ അവർ ലീഗലായിട്ട് മൂവ് ചെയ്തത് വനിതാ കമ്മീഷനിലും കോടതി മുഖാന്തരവും പോലീസ് സ്റ്റേഷനിലും അങ്ങനെ ഒരുപാട് എനിക്ക് ഓർമ്മയില്ല അവരുടെ ചാനലിൽ അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. വല്ലാണ്ട് അങ്ങ് ഇടങ്ങാറാക്കി കളഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷേ അത് കണ്ട് പേടിച്ചിട്ടൊന്നുമല്ല. എൻ്റെ ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നു, ഞാൻ തീർച്ചയായിട്ടും എന്തായാലും ഞാൻ ലീഗലായിട്ട് തന്നെ മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ എൻ്റെ മക്കളെയും കൊണ്ട് എനിക്ക് പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ലീഗലായിട്ട് മുന്നോട്ട് പോകാത്തത്. ഈ പറഞ്ഞത് കൊണ്ട് എന്തായാലും ഒരുപാട് കമൻസ് വരും, അവരെ പേടിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. കംപ്ലയിൻറ്റ് ചെയ്യുക വേണം. എൻ്റെ ആഗ്രഹവും അത് തന്നെയാണ്, ഇവർക്കെതിരെ കംപ്ലയിൻറ്റ് ചെയ്യണം. പക്ഷേ എൻ്റെ സാഹചര്യം അതിന് അനുവദിക്കാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യാത്തത്, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി നമ്മളെ പ്രൊഡക്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത്. പക്ഷേ മെറ്റീരിയൽ വളരെ ചീപ്പ് ക്വാളിറ്റിയാണ്. വളരെ ചീപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ചീപ്പ് ക്വാളിറ്റിയാണ്. പിന്നെ അവർ ചെയ്ത വർക്കൊക്കെ അടിപൊളിയാണ്. നല്ലത് തന്നെ പറയണമല്ലോ, വർക്കൊക്കെ അടിപൊളിയാണ്. പക്ഷേ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി വളരെ മോശമാണ്. പിന്നെ ഞാൻ സ്മോൾ സൈസിനായിരുന്നു ഓർഡർ കൊടുത്തത്. പിന്നെ അതിൻ്റെ സ്കേർട്ട് ഭയങ്കര ലെങ്ത്താണ്. എനിക്ക് നല്ല ലെങ്ത്താണ് സ്കേർട്ട്. ഒരു പ്രശ്നമുണ്ട്. വേറെ കളറിനൊന്നും വ്യത്യാസമൊന്നുമില്ല. ബ്ലൗസ് പീസാണ് വരുന്നത്. അതിന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്താൽ അറിയാം എനിക്കത് മതിയാവോ ഇല്ലേ എന്നൊക്കെ ഉള്ളത്. അതെന്താണെന്ന് ഇനി അറിയില്ല. അപ്പോൾ എനിക്കിനി പറയാനുള്ളത്, എല്ലാവരും ഇവരുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എന്തായാലും വിചാരിച്ച സമയത്തിന് എന്തായാലും കിട്ടില്ല. ബാക്കിയുള്ളവർക്ക് പിന്നെ നല്ല ക്വാളിറ്റി കിട്ടും. പിന്നെ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഇവരെ മോഡൽ എടുത്തിട്ട് നമ്മൾ അറിയുന്നിടത്ത് ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്താൽ ഇതുപോലെ ചെയ്തു തരും. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കയ്യിൽ കിട്ടും. അതൊരു നല്ല ഐഡിയ ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ആരും ഈ ഒരു കുഴിയിൽ പോയി വീഴാതിരിക്കട്ടെ.